ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അനുമോള് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. ഈ പറഞ്ഞത് അനുമോളെ കരിവാരി തേക്കാനാണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ഒരുപാടധികം തന്നെ കാര്യങ്ങൾ ശൈത്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അനുമോൾ പോകുന്നത്. അതെന്താണ് എന്നുള്ള രീതിയിൽ ഇവിടെ അനുമോൾ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ശൈത്യ കുറേ അധികം തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്, നീ ആ ഒരു അനീഷ ഡിഗ്നിറ്റി അല്ല കളഞ്ഞത്, നീ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൾക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ഇല്ല, അതായത് ലോണും കാര്യങ്ങളൊന്നും ഇല്ല. ഇവൾ റെഡി ക്യാഷിനാണ് കാറൊക്കെ തന്നെയാണെങ്കിലും എടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്, അല്ല കാർ അവൾ റെഡി ക്യാഷിന് തന്നെയാണ് എടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അല്ലല്ല വീട് ഇവൾക്ക് എന്തോ ലോൺ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ വെറും തട്ടിപ്പാണ്. അവൾക്ക് ലോണൊന്നും ഇല്ല, അവൾ ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. PR-ന് 16 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയേനെന്ന്. ചുമ്മാ പച്ച കള്ളമാണ് പറയുന്നത്. അവളുടെ കയ്യിലൊക്കെ നല്ല പൈസയുണ്ട്, അവൾ പൈസ ഇല്ലാത്ത രീതിയിൽ നടിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും അനുമോൾക്ക് കയ്യിൽ പൈസ ഒന്നും ഉണ്ടാകാതിരിക്കത്തില്ല. പിന്നെ അനുമോൾ പറയുന്നത് എങ്ങനെയാണ്, അനുമോൾക്ക് ഇതുപോലെ തന്നെ ലോണുണ്ട്, 30 ലക്ഷത്തിൻ്റെ ലോണാണ്. അതിനുശേഷം അച്ഛൻ്റെ ഒരു സർജറി ഉണ്ട്, അതിനുശേഷം അനുമോളുടെ മൂക്കിനൊരു സർജറി ഉണ്ട്, അതിനുശേഷം വയറിനൊരു സർജറി ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നല്ല പൈസ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ശൈത്യ പറയുന്നുണ്ട്, ഈ പറയുന്നതെല്ലാം കള്ളമാണ്, അവൾക്ക് ഇതൊന്നും അല്ലാതെ ഇവളുടെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്, ഇവൾക്ക് ഒത്തിരി സ്ഥലമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ എന്തോ കരിവാരി തേക്കാൻ വേണ്ടി അങ്ങ് ദൃഢനിശ്ചയത്തോടെ വന്ന പോലെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അറിയില്ല, ചിലപ്പം ശൈത്യ പറയുന്നത് ശരിയായിരിക്കും, അല്ലെങ്കിൽ കരിവാരി തേക്കാൻ വേണ്ടി വരുന്നതായിരിക്കാം. 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഇത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൻസി ആണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് ഇവളെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയുടെ പുറത്താണെന്നുള്ള രീതിയിൽ ആൾക്കാർ വിചാരിക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഒരു വലിയ തർക്കമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.